ഹായ്, ലിമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോ കൂടുതലായിട്ട് ഇടാത്തത്. ഷോർട്ട് വീഡിയോ കുറച്ചിടും, പക്ഷേ ലോങ് വീഡിയോന് ടൈം കിട്ടത്തില്ല. വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തൊക്കെ വരാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയും ഇടിയപ്പവും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തലേന്നേ കുതിർക്കാൻ വെച്ചിരുന്ന ഗ്രീൻ പീസാണത്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫസ്റ്റ് ചായ മസ്റ്റാണ്. ചായ അനത്തുകയാണ്. ചായ അനത്താൻ വെച്ച് ചായ തിളച്ച് പൊങ്ങി വന്നപ്പോഴാണ് അതിലേക്ക് തേയിലയും പഞ്ചസാരയും ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേക്ക് തൂകി ഗ്യാസ് സ്റ്റൗവിൽ മൊത്തമായി. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പിന്നെ ഒരു പാത്രത്തിലേക്ക് ചായയൊക്കെ ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞ് നല്ല ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുവാണ്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ആദ്യം ഗ്രീൻ പീസ് വൃത്തിയാക്കിയിട്ട് പിന്നെ കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഗ്രീൻ പീസുമായിട്ടിട്ട് വേവിക്കണം. നമുക്കതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു മാസം ആയില്ല, എനിക്ക് ഒരു 3000-ൽ കൂടുതൽ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. വാച്ച് അവേഴ്സ് 7Kയിൽ പുറത്തായിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അന്നേരം പിന്നെ ഇടിയപ്പം റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് ഒഴിച്ച് ഇടിയപ്പത്തിനുള്ള പൊടി വെറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം ഇടിയപ്പപ്പൊടിയിലേക്ക് അരിപ്പൊടിയിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ഇടിയപ്പം. അപ്പവും ദോശയും എല്ലാവർക്കും എളുപ്പമാണല്ലോ. അത് കഴിഞ്ഞാലുള്ളത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഇടിയപ്പമാണ്. പിന്നെ ഈ അപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിൽ രാവിലെ എന്തോ ഉണ്ടാക്കാമെന്നുള്ള ടെൻഷൻ. നമുക്ക് ചോറ് കറിയൊക്കെ ആകുമ്പോൾ അത്ര ഒരു ടെൻഷൻ വരത്തില്ല. നാളെ രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പം വേണോ, ഇടിയപ്പം വേണോ, ഇഡലി വേണോ, പുട്ട് വേണോ, ആകെ കൺഫ്യൂഷനായിരിക്കും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കങ്ങനെ നല്ല ഇടിയപ്പത്തിൻ്റെ മാവ് നല്ലതായിട്ട് പൊടി നന്നായിട്ട് കിണ്ടി കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7 മണിക്ക് മുമ്പ് റെഡി ആവണം. കാരണം ഇക്കായ്ക്ക് കടയിൽ പോകുന്നതിന് മുമ്പ് 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. അത് മാത്രമല്ല, മോൻ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ പാടാണ്. അവനൊരു ചിലപ്പം 6:30 7 മണി 7:30 ആകുമ്പോൾ എഴുന്നേക്കും. എന്നാലും അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് റെഡിയാക്കി എടുക്കണം. മാവെല്ലാം കിണ്ടി നമ്മൾ ഇടിയപ്പം പീച്ചിലേക്ക് മാറ്റുന്ന ഒരളവാക്കി എടുക്കും. കൊണ്ട് പിടിച്ച് വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരളവിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും കാണുന്നവർക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടണം. അതുകൊണ്ട് നമ്മുടെ മാവ് നമ്മൾ ആ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേവാൻ വെച്ച ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇടിയപ്പം വെക്കാൻ ആവി കയറ്റാനുള്ള പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ആ പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിയപ്പത്തട്ടെടുത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്ന് തിരുമ്മി സെറ്റാക്കി എടുക്കാം. അതിനകത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അതെല്ലാം സെറ്റാക്കി കൊടുത്തതിന് ശേഷം 2 പാത്രത്തിലും നന്നായിട്ട് തിരുമ്മി സെറ്റാക്കി കൊടുക്കണം. ഇപ്പോൾ ഇടിയപ്പം പുട്ടെന്ന് പറയുന്ന ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പീച്ചിനകത്ത് തന്നെ പുട്ട് പോലെ കാവി കയറ്റി എടുക്കുന്നത്. അവിടെ നമുക്ക്
ഇടിയപ്പത്തട്ടിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അലങ്കാരത്തിനാണ്, അഹങ്കാരത്തിനല്ല. ഞാൻ അങ്ങനെ തേങ്ങ ചേർക്കാറില്ല. ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ പേരിൽ തേങ്ങ ഇട്ടതേ ഉള്ളൂ. ഞാൻ തേങ്ങ ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇരിക്കട്ടെ, ഒരു അലങ്കാരത്തിൽ ഇരിക്കട്ടെ. ഇടിയപ്പം പീച്ചിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം. മാവ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അടപ്പ് നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് പീച്ചാം. നിങ്ങളെല്ലാവരും ഇടിയപ്പത്തിന് തേങ്ങ ചേർത്താണോ ഉണ്ടാക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതാണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇടിയപ്പം പീച്ച് സെറ്റാക്കി എടുക്കാം. എല്ലാ പാത്രത്തിലേക്കും ഇടിയപ്പം പീച്ച് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് പേര്, ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, തുടങ്ങുന്നതിന് വല്ല കുഴപ്പമുണ്ടോ, എന്തൊക്കെ വേണം എന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണമെന്നൊന്നുമുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടാണ് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ എടുത്ത്, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഞാനൊരു സാധാ ഒരു ഫോൺ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത്, പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് ഞാൻ ഇടയ്ക്കൊന്നും, അല്ലാതെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റോ മൈക്കോ പിന്നെ സ്റ്റാൻഡോ ഒന്നും വെച്ചല്ല ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കുന്നത്. അന്നേരം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം. നല്ല കണ്ടൻറ് ഉൾപ്പെടുത്തിയാൽ മതി. നമ്മുടെ ചുറ്റിനും ഒരുപാട് സംഭവങ്ങൾ കാണും, പാചകങ്ങൾ, ഒരുപാട് കഴിവുകൾ കാണും. അതെല്ലാം നമുക്ക് യൂട്യൂബിനകത്ത് ഇടാം. അത്രയേ ഉള്ളൂ. ഇടിയപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസിന് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി, പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആദ്യം ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം. മിക്സിക്കകത്ത് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ അടിച്ചതിന് ശേഷം ഉള്ളതാണ്. നന്നായിട്ട് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്ത് വേറെ ഒന്നിനുമല്ല, നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി തക്കാളി ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇതിനകത്തൊന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി, തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തത്. ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്നുണ്ട്. ഇടിയപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇലയിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി വരും. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, പെട്ടെന്ന് ഇളകി വരും. നല്ല ആവി പറക്കുന്ന ഇടിയപ്പം. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് സെറ്റാക്കി എടുക്കാം. ഗ്രീൻ പീസും കിഴങ്ങും എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മൂപ്പിക്കാൻ വെച്ചത് നല്ലതായിട്ട് തക്കാളിയൊക്കെ നല്ല വഴണ്ടിട്ടുണ്ട്. നമ്മളിനി ആ ഒരു വേവിച്ച് വെച്ച് ആ ഗ്രീൻ പീസും കിഴങ്ങും അതെല്ലാം കൂടെ നമ്മൾ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് കറിക്ക് വേണമെങ്കിൽ ബീൻസ് പയറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് അരച്ച് വെച്ച് ആ ഒരു മിക്സ് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അനന്ന് വരണം. ചെറുതായിട്ടൊന്ന് തിളച്ച് ചെറിയ രീതിയിലൊന്ന് അനന്ന് വരണം. അനന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. കടുക് വറുത്തൊഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇടിയപ്പത്തിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇതാണ്. താങ്ക് യു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.